ഹലോ ഗായ്സ്, നമസ്കാരം. ഞാൻ കുറച്ച് നാരങ്ങായും നെല്ലിക്കായും കൂടെ ഒന്ന് പുഴുങ്ങി നല്ലപോലെ വേവിച്ച് പുഴുങ്ങി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചേ ഉള്ളൂ, ഒത്തിരി ഇല്ല. കുറച്ച് നാരങ്ങായും നെല്ലിക്കായും കൂടെ നോക്കിക്കേ. നെല്ലിക്കായും നാരങ്ങായും പുഴുങ്ങി വെച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് ഈത്തപ്പഴവും നമ്മുടെ ഉപ്പും വിനാഗിരിയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു മിക്സാക്കിയിട്ടൊരു അച്ചാറിടാം. വേറെ ഒരു രീതിയിലാണ് ഈ അച്ചാറിടുന്നത് കേട്ടോ. ഒന്ന് നോക്കിക്കോണേ. ഞാനിപ്പം നെല്ലിക്കായും നാരങ്ങായും ഈത്തപ്പഴം അരച്ചും എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, ആവശ്യത്തിന് ഉലുവാപ്പൊടി, ഒരു സ്പൂൺ, ഒരു സ്പൂണും കുറച്ചും കൂടെ വേണം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കായ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ച് കൊടുക്കാം. അതിനകത്ത് ഒരു അരക്കപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി ഉപ്പ്, നമുക്ക് ഇച്ചിരി ശർക്കരപ്പൊടി, ഒരു സ്പൂൺ ശർക്കരപ്പൊടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഉപ്പെല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 20 മിനിറ്റ് വെക്കണം. ഓക്കെ, നാരങ്ങ നമ്മൾ നെല്ലിക്കായും നാരങ്ങയും ഈത്തപ്പഴം അരച്ച എല്ലാം കൂടെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ ചേരുവയും നമ്മൾ ചേർത്ത് കഴിഞ്ഞ് കേട്ടോ. ഇത് നമുക്ക് ഒന്ന് അച്ചാറാക്കിയെടുത്താൽ മാത്രം മതി. ഇങ്ങനെ ഒന്ന് അച്ചാറിട്ട് നോക്കണം കേട്ടോ. ഒന്ന് വേവിക്കുന്ന പണി മാത്രമേ ഉള്ളൂ. നാരങ്ങ അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈസിയാണ് സംഭവം. അടിപൊളി അച്ചാറാണ്, അടിപൊളി ടേസ്റ്റാണ്. ഞാനിത് നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പാനടുപ്പി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു, നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ നമുക്ക് ഇനി കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റേ ഉലുവായും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തേക്കാം. ഉലുവ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് നോക്കട്ടെ. ഇതൊക്കെല്ലാം നല്ലപോലെ പൊട്ടിയിട്ടുണ്ട് കടുക്, ഉലുവ. ഇത് നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് മാത്രം മതി, ഒരുപാട് വേണ്ട. നമുക്ക് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് കൊടുത്തേക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ നാരങ്ങ അച്ചാർ പണി കഴിഞ്ഞ് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അങ്ങ് മാറ്റിയാൽ മാത്രം മതി. നമ്മളെല്ലാം ചേർത്താണ് നാരങ്ങ, ഈത്തപ്പഴം, നെല്ലിക്ക, മസാല എല്ലാം ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഉലുവാപ്പൊടിയും മുളക് പൊടിയും എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മൂത്ത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. എല്ലാം നല്ല വെന്തിരിക്കുന്ന സാധനങ്ങളാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇതൊരു എന്താ പറയുക, 3-4 കാര്യം ചേർന്നൊരു അച്ചാറാണ്. മനസ്സിലായില്ലേ? ഈത്തപ്പഴവും നെല്ലിക്കായും നാരങ്ങായും, അതാണ് നമ്മുടെ അച്ചാർ. പിന്നെ നല്ലെണ്ണ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തെന്ന് വെച്ചാൽ ഈ അച്ചാർ കുറച്ച് നാൾ കൂടുതൽ വെച്ചേക്കേണ്ടതാണ്, അതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ നാരങ്ങ, ഈത്തപ്പഴം, നെല്ലിക്ക കണ്ട അച്ചാർ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഒരു തുള്ളി വെള്ളമൊന്നുമില്ല, വിനാഗിരി മാത്രമേ ഉള്ളൂ. കാര്യം നമുക്ക് വെച്ചേക്കേണ്ടത് കുറച്ച് ദിവസം വെച്ചേക്കേണ്ടതുകൊണ്ടാണ്. ഞാൻ ഇച്ചിരി കൂടുതൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എല്ലാം മൂപ്പിച്ച എണ്ണ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, കണ്ട ഇപ്പം ഇതൊന്ന് നമുക്ക് ഇളക്കി നല്ലപോലെ മിക്സാക്കി ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ച് നമുക്ക് ഇറക്കാം നമ്മുടെ അച്ചാർ കേട്ടോ. കാരണം ഇതൊരു സ്പെഷ്യൽ വെറൈറ്റി അച്ചാറാണ്. അതുകൊണ്ട് കൂടുതൽ നാൾ സൂക്ഷിച്ച് വെക്കുകയും വേണം. അതുകൊണ്ടാണ് ഞാൻ എത്രയും നല്ലപോലെ ശ്രദ്ധിച്ച് വെള്ളമൊന്നും തൊടാതെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു, ടാറ്റാ.